സീസൺ അല്ലാത്തത് കൊണ്ടേ മാമ്പഴത്തിനൊക്കെ തീ പിടിച്ച വില കിട്ടിയല്ലോ. സമാധാനായി. മാമ്പഴ പുളിശ്ശേരി എന്ന് വെച്ചാൽ അവന് ജീവനാ. ഓ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് വെള്ളരി പന്തലിൽ കാവലടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യം മാമ്പഴ പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നേ. മുരളിയേട്ടൻ അതൊക്കെ ഓർമ്മ കാണുമെന്തോ. ഓ പിന്നെ അവന് വേറെ ഒന്നുമില്ലല്ലോ ഓർക്കാൻ. നീ നേരെ വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാൻ നോക്ക്. ഉച്ചയ്ക്ക് ഊണുമ്പോ അവനിങ് എത്തും. അപ്പോഴേക്ക് ഊണ് കടിയാവണം. ആ പിന്നെ പപ്പ മാമ്പഴ പുളിശ്ശേരിയിൽ കടുക് വറുത്തിട്ടുണ്ടാന്ന് രുക്കുനോട് പറഞ്ഞേക്കണം. ആ പിന്നെ പ്രഥമനുള്ള പരിപ്പ് നല്ലോണം മൂത്തോട്ടെ. മൂത്തോട്ടെ മൂത്തോട്ടെ മൂത്തോട്ടെ. ദേവു 3-4 തേങ്ങ ഇനിയും വേണം. വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കടി? തന്നെ താൻ പൊതിക്കട്ടെ. എന്നെ വഴക്ക് പറയും. ഓ അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ വഴക്ക് പറയാ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ. ചേച്ചേ നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. എങ്കി അങ്ങേരോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പരോടെ ഭയങ്കര തിരക്കില്ല. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. ആ പിന്നെ മാമ്പഴ പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട. പിന്നെ എന്നാ വറുത്തിടണ്ടേ? മൂപ്പര് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറ. അയ്യോ ഇത് മീൻകറിക്കാണോ? അതെ. മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല. മിക്സിയിൽ അരച്ചെന്ന് ഇവിടെ ഇപ്പൊ ബോർഡ് വെക്കാൻ പോവാ. എങ്കിലും അതല്ലല്ലോ, അവൻ വലിയേട്ടന് പ്രത്യേകം എഴുതിയിട്ടുള്ളതാ. ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നു വേറെയാണെന്ന്. 7 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ ഇട്ട് പോയി. Chichi, where's my pencil box? Are you coming or not? It's getting late. Chichi, one second. Mummy, എന്താ മോളെ? പോവാട്ടോ. സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മമ്മിയുടെ പെൻസിൽ ബോക്സ് കാണുന്നില്ല. ഈശ്വര ഈ കുട്ടികൾ വരുന്നില്ലേ? പോവാം. എടാ നീ ഇന്ന് പോണ്ട. നിന്റെ ചെറിയച്ചൻ വന്നോണ്ടെ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒരു ദിവസത്തെ പഠിത്തം പൊക്കോട്ടെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മി? ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ. മുരളി പോകുമ്പോ നിനക്ക് 2 വയസ്സാ. ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന്. അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും. എന്റെ മക്കളൊന്ന് പോണ്ട. എന്നാ പിന്നെ നിങ്ങളും പോകണ്ട. 24 മണിക്കൂറും അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നുപോയോ? നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത്. നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. കേറി വടി. താനേ നാളെ വന്നാ മതി. മമ്മി എക്സാം എടുത്തു. എക്സാം എടുക്കട്ടെടി. കേറി പോകാനല്ലേ പറഞ്ഞത്? വാ വാ വാ. നിങ്ങൾ ഇരിക്കേ. ശരി. ശാന്തേ അവൻ വന്നിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി? ഉച്ചയായോ? എന്ത് തോന്നുന്നു? ഉച്ചയായിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാ ആയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്. എന്റെ അബ്കാരി പാർട്ട്നേഴ്സ് ഒന്ന് പുറത്തിരിക്കുന്നുണ്ട്. കടുപ്പത്തിൽ 3 കപ്പ് ചായ ഇട്. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ലേ? അക്കാരിയും കിക്കാരി ഒരു ജീപ്പുണ്ടെന്ന് വെച്ച് തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവ. ഇന്ന സമയമൊന്നുമില്ല. ചായ ചോറ്. കുമാരേട്ടൻ വിളിച്ചിട്ടാ അവര് വരുന്നത്. സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നുമല്ല. പേരൊക്കെ ഗംഭീരവാ. പിന്നിപ്പോ എന്താ കുഴപ്പം? അവരെ ആപ്പോളൊന്നും അല്ല, റേഞ്ച് പിടിക്കുന്നവരാ. ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കരടിയൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കോച്ചിന്റെ കാര്യം കുമാരേട്ടൻ മറക്കരുത്. നമസ്കാരം. ചേട്ടന് ഉത്സാഹത്തിലാ. 7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ. എന്തിനാ അവന്മാരെ ഇപ്പൊ അങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ടെന്ന് കരുതിയാ.
അവനയച്ചെന്ന പണം കൊണ്ടാണല്ലോ ഞാൻ ഇവരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത്. അവൻ അയച്ചു തന്ന കാശ് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയതും. എന്ന് വെച്ച് അവിടെ ഊണഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരേ. അവന്മാരുടെ മുറ്റത്ത് എന്നിരുന്ന് പുകവലിക്കാൻ പറ. ആ ശീകരങ്ങൾ എന്തായി? പലതുമായി. അതുപോലെ മുഴുവനാവണം. നേരം പോയി. എന്തായാലും ഉച്ചയൂണിന് മുമ്പ് അവനിങ് എത്തുമെന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ. വേഗാവട്ടെ. ഒരു കത്തിങ്ങെടുക്കാൻ ഞാൻ ഇല മുറിച്ചോണ്ടിരാം. മമ്മി മുരളികൾ വരൂ. ആ വന്നു വന്നു അവൻ വന്നു. ശാന്തേ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണ്? ഇത് മുരളിയല്ല, ഞമ്മളാണ് ഹംസ. കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളിയേട്ടനാന്ന് ഉറപ്പിച്ചതാ. എല്ലാ സന്തോഷം കളഞ്ഞു. അല്ല, താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ?